ഇന്ന് ഞങ്ങൾ ഒരു കറങ്ങാമെന്ന് വിചാരിച്ച്. അതായത് ചെമ്പഴന്തി ഗുരുകുലത്തിലോട്ട് ഒന്ന് പോകാൻ വേണ്ടി ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാമെന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് വേറൊരു വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ചെമ്പഴന്തി ഗുരുകുലത്തിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ര അടുത്താണ്, ഒരു 10 കിലോമീറ്ററിനകത്തേ നമുക്കുള്ളൂ ചെമ്പഴന്തി ഗുരുകുലം. അങ്ങനെ ഗുരുകുലത്തിൽ എത്തി കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ മുന്നോട്ട് നീങ്ങി. ഞാനും എൻ്റെ സഹോദരൻ 2 മക്കളും എൻ്റെ മകനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരുപാട് കൊല്ലങ്ങളായി ഇവിടെ വന്നിട്ട്. അടുത്താണെങ്കിലും ഞങ്ങളങ്ങനെ പോകാറില്ല. അപ്പോൾ ഇന്ന് പോകണമെന്നങ്ങ് തീരുമാനിച്ച്, വേറെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്തുള്ളൊരു പ്ലാവാണ്, മുത്തശ്ശി പ്ലാവ്. ഇത് ഇന്നും അവർ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഈ പ്ലാവ്. ആ മുകളിൽ കാണുന്ന സന്യാസിമാർ താമസിക്കുന്ന മഠമാണ് ഇത്. പിന്നെ ഇത് കാണുന്നത് അവിടുത്തെ ഒരു വലിയ മണ്ഡപം. ഈ മണ്ഡപത്തിന് MA യൂസഫ് അലിയൊക്കെ നല്ലൊരു സംഭാവന ചെയ്ത ഒരു മണ്ഡപമാണ് ഈ കാണുന്നത്. മണ്ഡപം കെട്ടാൻ വേണ്ടി നല്ലൊരു സംഭാവനയാണ് MA യൂസഫ് അലി ചെയ്തിട്ടുള്ളത്, വ്യവസായിയായ. അപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിലൊക്കെ കയറി ഒന്ന് നോക്കി, ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് അവിടെ ഒരു കൊടിമരം, അവിടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ധാരാളം ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഒരു ബുക്ക് സ്റ്റാള്, തൊട്ടപ്പുറത്ത് തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ എന്നും ഭക്ഷണം കൊടുക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് താഴോട്ടാണ്. ആ കാണുന്നതാണ് ഗുരുദേവൻ ജനിച്ച് വളർന്ന ഒരു വീടാണ്. ആ കാണുന്നതിന് വളരെ ഭംഗിയായിട്ട് അവർ നല്ല കാശ് മുടക്കി നല്ല രീതിയിൽ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ഗുരുദേവൻ്റെ വീടെല്ലാം ഒന്ന് കാണാൻ വേണ്ടി വളരെ ആഗ്രഹിച്ച്. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ സഹോദരിയുടെ മൂത്ത മകനാണ്. അവൻ തൊട്ട് പുറകിൽ കാണുന്ന ചെമ്പഴന്തി SM കോളേജിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയ്ക്കും അവൻ ഈ വീട് വന്ന് സന്ദർശിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പോൾ ഗുരുദേവൻ ജനിച്ചു വളർന്ന വീട്, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചെറിയൊരു കോവിലാണ്. അത് അവരുടെ പാരമ്പര്യമായിട്ട് പൂജിച്ചിരുന്ന ഒരു കോവിലാണ്. അപ്പോൾ ഈ വീടിന് പറയുന്നത് വയൽവാരം വീടെന്നാണ്. ഈ കാണുന്ന ഒരു രഥമാണ് ഗുരുദേവൻ്റെ. അത് ഇവിടുത്തെ ഗുരുദേവൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഇത് പുറത്തിറക്കി ഇവിടെ പ്രദർശനത്തിനെ കൊണ്ടുപോകാറുണ്ട്. ഇവിടെയാണ് ഗുരുദേവനെ വരുത്തി വിളക്ക് കത്തിച്ച്, അണയാത്ത വിളക്കാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത്. നല്ല ശാന്തസുന്ദരമായ ഒരിടമാണ് ഇത്. കണ്ടോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ളൊരു വീടാണ്. ഗുരുദേവൻ ജനിച്ച് വളർന്ന് ഓടി കളിച്ച് വളർന്ന സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗുരുദേവൻ്റെ ആ ബാല്യകാലം. ഇവിടെ നമ്മൾ നേരെ പോകേണ്ട അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് SM കോളേജ്, ചെമ്പഴന്തി SM കോളേജാണ് അവിടെ. ഇത് കംപ്ലീറ്റ് ചാണകമൊഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നൊരു വീടാണ്. പണ്ട് കാലത്ത് ഒരു 40 കൊല്ലത്തിന് മുമ്പ് വരെ മിക്ക വീടുകളിലും ചാണകമൊഴുകിയ തറയും ഇന്നത്തെ ടൈൽസൊക്കെ പറഞ്ഞതിന് മുന്നേ കാണുന്ന SM കോളേജ് കണ്ടില്ലേ, ഇതിൻ്റെ പുറകിലാണ്. ഇവൻ പഠിച്ച കോളേജാണ്. അവൻ ഇന്ന് വരയ്ക്കും ഇവിടെ വന്നിട്ടില്ല. ഇതിനകത്ത് വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ മണ്ഡപത്തിൽ നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ട് ഇത് സ്കൂള്, അവിടുത്തെ ഒരു സ്കൂളാണ്, ചെമ്പഴന്തി സ്കൂളാണ് ആ കാണുന്നത്. ചെമ്പഴന്തി സ്കൂളും കോളേജും അടുത്ത് തൊട്ടപ്പുറത്തുമാണ്. കുറച്ച് നേരമൊക്കെ ഞങ്ങളങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങനെ നടന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലം.
ഇതാണ് ഗുരുദേവൻ രചിച്ച ദൈവദശകം എന്നുള്ള കൃതിയാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്, കൊത്തി വച്ചിട്ടുള്ളത്. ദൈവമേ കാത്തുകൊള്ളന് കൈവിടാതെ ഞങ്ങളെ എന്നുള്ളൊരു പ്രശസ്തമായ ഒരു ഗുരുദേവൻ രചിച്ചിട്ടുള്ള ഒരു കൃതി. വളരെ അർത്ഥവത്തായ ഒരു കൃതിയാണിത്. ഇത് എല്ലാ ശ്രീനാരായണീയരും ഇത് ചൊല്ലാറുണ്ട്. അവരുടെ എല്ലാ നല്ല കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഇത് ചൊല്ലാറുണ്ട്. അപ്പോൾ ഇതിവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടേക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് വളരെ നമുക്ക് ഇഷ്ടം തോന്നി ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി. അത്ര നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് ഈ ചെമ്പഴന്തി ഗുരുകുലം, ആ പരിസരമൊക്കെ. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് തന്നെ ഗുരുദേവൻ്റെ പഴയ കാലത്തെ ഒരു ചിന്ത നമുക്ക് വന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു ഇതുവഴി ഇവിടെ ജനിച്ച് വളർന്ന് ഇതുവഴി ഇവിടെയൊക്കെ പോകുന്ന അതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ വന്ന് കയറിയ ഒരു സമയമാണ്. അതിന് അത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഒരിടമാണ്. ആർക്ക് വന്നാലും അത് വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ചെമ്പഴന്തി ഗുരുകുലം. അദ്ദേഹം ജനിച്ചു വളർന്ന വയൽഭാരം വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയം ഞങ്ങളവിടെ ചിലവഴിച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് നേരം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ രഥത്തിൻ്റെ അവിടെയൊക്കെ വന്ന് കറങ്ങി നോക്കി. അതൊക്കെ ആ പഴയ വണ്ടി ഉണ്ടല്ലേ, പഴയകാല വണ്ടി. ഇന്നൊന്നും ഇത് ഒരിടത്തും കാണാൻ കഴിയില്ല. അതൊക്കെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഇത് സ്റ്റിയറിംഗ് എല്ലാം കൊടുത്തു. അത് ഇതിപ്പം ഈ സ്റ്റിയറിംഗ് എല്ലാം ഈ അടുത്ത കാലത്ത് എന്താ അവർ വെച്ച് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ വണ്ടി ഇത് ഉരുണ്ട് പോകാൻ വേണ്ടി എന്താ സെറ്റ് ചെയ്തതാണ്, വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ബാക്കിയൊക്കെ പഴയ കാലത്തുള്ള തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തന്നെ ആ ചക്രവും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ സമയമൊക്കെ ഞങ്ങൾ നിന്ന് അവിടെ നിന്ന് പിന്നെ കറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ വരാൻ വേണ്ടി തീരുമാനിച്ച്. തിരക്കായിരിക്കും അവിടെ. അങ്ങനെ തിരിച്ച് പോകാൻ തീരുമാനിച്ച് വന്ന് ചെരുപ്പൊക്കെ ഇട്ട് തിരിച്ച് ഞങ്ങൾ മറു സൈഡ് വഴി വടക്ക് വശം വഴി ഇവിടെ വലതുവശത്ത് കാണുന്നത് ഗോശാലയാണ്. പണ്ടിഷ്ടം പോലെ പശുക്കളുള്ളൊരു സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ആൾ നിൽക്കുന്നില്ലേ അവിടെ. അപ്പോൾ ഇഷ്ടം പോലെ പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒന്നിനെ കാണാനില്ല, ഗോശാലയൊക്കെ മതിയാക്കിയെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കാണുന്നത്. അപ്പം ഞാൻ കുറേ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് പണ്ട്. പിന്നെ ഇതൊരു അമ്പലമാണ്, അതിനകത്ത് തന്നെ ഉള്ളൊരു അമ്പലമാണ് കാണുന്നത്. ആൾക്കാർ കുടിക്കാനുള്ള വെള്ളവും
റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ചെമ്പഴന്തി ഗുരുകുലം. അപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, എവിടെ നോക്കിയാലും ഗുരുദേവൻ്റെ പ്രതിമകളും അവരുടെ ആരാധനയും. അപ്പോൾ അദ്ദേഹം ജനിച്ചൊരു വീടെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരുപാട് പേര് അന്വേഷിച്ച് ഇവിടെ തീർത്ഥാടകരായിട്ട് തീർത്ഥാടന കാലമൊക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആ സമയത്ത് എപ്പോഴാണ് ഇവിടെ തീർത്ഥാടനം വെച്ചേക്കുന്നത്. വ്യക്തമായിട്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്നാലും തീർത്ഥാടനം ഇവിടെ ഉണ്ട്. കാൽനടയായിട്ടൊക്കെ ധാരാളം ആൾക്കാർ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഇവിടെ വരാറുണ്ട്. അതിനകത്തുള്ള തന്നെ ഒരു അമ്പലം തോന്നുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് നേരെ പുറത്തെ വാതിൽ വന്ന് പുറത്തോട്ട് പോയി ഞങ്ങൾ അവിടെ നിന്ന് കുപ്പി വെള്ളമെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വരാൻ വേണ്ടി തീരുമാനിച്ചു. കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞാൻ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി അങ്ങ് പുറത്ത് പോയി. അപ്പോൾ കിച്ച് കാറെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കിച്ച് കാറെടുക്കാൻ പോവുകയാണ്. ഞാൻ അവിടെ പുറത്ത് പോയി ആ കടയിൽ നിന്ന് വെള്ളം തായ്ക്കണം എന്ന് പറഞ്ഞ കുട്ടികൾ എൻ്റെ മോനുണ്ട്, സഹോദരൻ ഇളയ മോനുണ്ട്. ഞങ്ങൾ അവിടെ പോയി വെള്ളമൊക്കെ വാങ്ങിച്ച് നിന്നപ്പോൾ കിച്ച് കാറുമായിട്ട് അവിടെ വന്നു. പിന്നെ ഞങ്ങൾ വിട്ട് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ കഴക്കൂട്ടത്തു നിന്നാണ്. കഴക്കൂട്ടത്ത് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇനി അടുത്ത തയ്യാറെടുപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് എം ടെക് ചാനൽ. ഓക്കെ, താങ്ക് യു.